നമസ്കാരം കൂട്ടുകാരെ. അതെ, യുക്തിവാദികളുണ്ടല്ലോ, ഈശ്വരനില്ല, ദൈവമില്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ, അവരുടെയൊക്കെ ഒരു ധാരണയുണ്ട്, എന്ത് ചെയ്താലും ആരും ചോദിക്കില്ല. ദൈവമൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ശരി, ദൈവമില്ല, നമ്മളൊരു രൂപത്തിലാരും കാണുന്നില്ല. ഓരോരുത്തരും ഓരോ രൂപം ഉണ്ടാക്കി ഓരോ പ്രാർത്ഥനയും വിശ്വാസങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതല്ലേ. പക്ഷെ പ്രപഞ്ചശക്തി എന്നൊന്നുണ്ട്. ദി യൂണിവേഴ്സ് ഇൻഡ്യൂസ്ഡ് എനർജി, ലൈഫ് ഫോഴ്സ് എനർജി. നമ്മൾ പറയുന്നതെല്ലാം പ്രപഞ്ചം കേൾക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നതെല്ലാം പ്രപഞ്ചം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഓരോ തെറ്റിന് നിയമം ശിക്ഷിച്ചില്ലെങ്കിലും പ്രപഞ്ചത്തിന് ശിക്ഷ കിട്ടും, അത് ഉറപ്പാണ്. നമ്മൾ തെറ്റ് ചെയ്താൽ, ഞാനോ നീയോ ആരോ ആയിക്കോട്ടെ, ആ തെറ്റിനെ ചിലർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ തെറ്റ് ചെയ്ത ആളെക്കാളും വലിയ ശിക്ഷ അയാൾക്കായിരിക്കും, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കായിരിക്കും. അവരനുഭവിക്കുന്നത് അത് ജീവിതകാലം മുഴുവൻ ഒന്നൊന്നര അനുഭവമായിരിക്കും. നമ്മുടെ ചുറ്റുപാടൊന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. തെറ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടും, ശിക്ഷ കിട്ടില്ല എന്നല്ല, ആരും അതിൽ നിന്ന് മുക്തരല്ല. എനിക്കൊന്നും വരില്ല എന്ന് കരുതി അഹങ്കരിച്ച് നടന്ന് തെറ്റൊക്കെ ചെയ്യുന്നവർ, ഞാനടക്കം, ശിക്ഷയ്ക്ക് അർഹനാണ്. ശിക്ഷ അനുഭവിച്ചേ ഈ ഭൂമിയിൽ നിന്ന് പോവും. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം, തിരിച്ചറിവുണ്ടാവണം. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവില്ലാത്തവരാണ് അഹങ്കരിച്ച് നടക്കുന്നത്. നമ്മൾ സമൂഹത്തിൽ കാണുന്നതല്ലേ ഓരോരോ കാര്യങ്ങളും, ഭയങ്കരമായ തെറ്റുകളൊക്കെ ചെയ്തിട്ടും ഒരു കൂസലുമില്ലാതെ നടക്കുന്നവരൊക്കെ, അവർ ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ അനുഭവിക്കുന്നുണ്ടാവും. അത് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഈ ഷിംജിത ദീപക് വിഷയത്തിൽ തന്നെ നമ്മളെ കാണുന്ന വീഡിയോയിൽ അയാൾ തെറ്റ് ചെയ്തില്ലെന്ന് നമ്മൾ കണ്ണുള്ളവർക്കും മനസ്സുള്ളവർക്കും അറിയാം. അല്ല, ഈ വിഷയം വെച്ച് ഒന്ന് വൈറലാവാൻ നടക്കുന്ന ചില ആളുകൾ മാത്രമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരൊക്കെ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ മക്കളെ. പ്രപഞ്ചം വെറുതെ വിടില്ലാരെ. ഇപ്പോൾ ഷിംജിതയുടെ കാര്യത്തിൽ തന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്. അവൾക്ക് ജയിലിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ദീപകിൻ്റെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അതായത് രാത്രി മുഴുവൻ ഉറക്കത്തിൽ വന്നേ, അവൻ്റെ ആത്മാവ് വെറുതെ വിടുവോ? ഉറക്കില്ല അവളെ, സത്യമാണത്.